ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ 5-ാമത്തെ മാസം വരെയുള്ള, അതായത് പ്രഗ്നൻസിയുടെ 5-ാം മാസം വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 6-ാം മാസം എന്തൊക്കെയാണ് പ്രഗ്നൻസി ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് 6-ാം മാസം തുടങ്ങുന്ന തൊട്ട് നമുക്ക് ചിലർക്ക് അത് കഴിഞ്ഞിട്ടായിരിക്കും, ചിലർക്ക് കുഞ്ഞിൻ്റെ ചലനങ്ങൾ അറിയാൻ കഴിയും. വയറിൽ ചെവി ചേർത്ത് വെച്ചാൽ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ചെവിയല്ല, കൈ വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ നല്ലതുപോലെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഡോക്ടറിൻ്റെ പറയാം, ചലനങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഇനി തൊട്ട് നമ്മൾ ആ ചലനങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞ് എപ്പോഴും ചലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ ചലനമുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ഈ മാസം ആവശ്യമാണ്. കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളൊക്കെ ഉണ്ടോ എന്ന പരിശോധനയിൽ അറിയാൻ സാധിക്കും. പിന്നെ ഉള്ളത് എന്താണ്, ഉറക്കമില്ലായ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇപ്പം ചിലർക്ക് ഓരോ കിടക്കുന്ന രീതി ചിലപ്പോൾ കംഫർട്ട് ആവണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് കംഫർട്ടിനനുസരിച്ചിട്ടുള്ള പൊസിഷനിൽ കിടക്കുക. അതായത് തലവണ്ണ വച്ച് കിടന്ന് നോക്കുക, അല്ലെങ്കിൽ കാലുകൾക്കിടയിൽ തലവണ്ണ വച്ച് പരീക്ഷിച്ച് നോക്കാം. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് കിടക്കുക. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഡോക്ടർ പറയും ഏത് സൈഡിലോട്ട് തിരിഞ്ഞ് കിടക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് പറയും. പിന്നെ ഉള്ളത്, രാവിലെ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കല്. കുറച്ച് സാവധാനം, കുറച്ച് റെസ്റ്റ് എടുത്ത് കണ്ണ് തുറന്ന് ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കുക. അത് നോക്കുക. പിന്നെ ഉള്ളത്, ഹൃദയമിടിപ്പ് ഗർഭിണികൾക്ക് സാധാരണഗതിയിൽ നേരത്തെ മാസങ്ങളിൽ അപേക്ഷിച്ചിട്ട് ഹൃദയമിടിപ്പൊക്കെ ഗർഭിണികൾക്ക് ഉണ്ടാകാം. ഇത് ഭയപ്പെടേണ്ടതില്ല. അല്പസമയത്തിന് ശേഷം അതങ്ങ് മാറിക്കോളും. ഇല്ല എന്ന് തുടരെ ഉണ്ട് എങ്കിൽ ഡോക്ടറിനോട് കാര്യം പറയാം. പിന്നെ ഉള്ളത്, മാക്സിമം കുനിഞ്ഞ് നിന്നുള്ള ജോലികൾ ഈ 6-ാം മാസം തൊട്ടും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുക. സാധാരണ ക്ലോസറ്റ് ഇരിക്കുന്നത് വയറിന് കൂടുതൽ ആയാസം ഉണ്ടാക്കും, അതുകൊണ്ടാണ്. പിന്നെ ഉള്ളത്, അയണിൻ്റെ ആവശ്യം ഗർഭിണികൾക്ക് ഈ സമയത്താണ് കൂടുതലായിട്ട് വേണ്ടത്. അത് അയണിൻ്റെ ഗുളികൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ പറയുന്നതനുസരിച്ച് കഴിക്കുക. പിന്നെ ഉള്ളത്, ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഗർഭിണികളിൽ ചൂട് കൂടുതലായിരിക്കും, പെട്ടെന്ന് വേർക്കുന്നതൊക്കെ ഒരിതുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ എന്താണ്, അതായത് കുളിച്ചാലാണോ അല്ലെങ്കിൽ വെള്ളം തുടയ്ക്കുന്നതാണോ ഏതാണെന്നല്ല വെച്ച് അങ്ങനെ രീതിയിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. രാവിലെയും വൈകിട്ടൊക്കെ കുളിക്കാമെന്ന് വെച്ചിട്ട് നേരെ നല്ലതുപോലെ വൈകിട്ടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യല്. 2 തരം കുളിശീലമില്ലാത്തവർ അത് പ്രസവം കഴിയുന്നവരെങ്കിലും ശീലമാക്കാൻ ശ്രമിക്കുക. വൃത്തിയോടെ ഇരിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഏറെ സന്ധ്യ ആവരുത് കുളിക്കുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് 6-ാം മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രധാനമായും കുട്ടിയുടെ ചലനം നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും നമ്മളുടെ കുഞ്ഞിനോട് തന്നെ സംസാരിച്ച് തുടങ്ങുക. അതൊക്കെ നമ്മൾ ആ കുഞ്ഞുമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ടാവാൻ സഹായിക്കും. ഇതൊക്കെ തന്നെയാണ്. പിന്നെ എന്തെങ്കിലും ചുമയോ പനിയോ വേറെ എന്തെങ്കിലും സിംറ്റംസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും 6-ാം മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ 7-ാം മാസത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക്